ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ജംഷീർ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇല്ലുസ്ട്രേഷൻ നമ്പർ 30 ആണ്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 30യുടെ സൊല്യൂഷൻ ഈസ് ഹിയർ. നമുക്ക് ഇല്ലുസ്ട്രേഷൻ നമ്പർ 30ലേക്ക് പോകാം. ഇല്ലുസ്ട്രേഷൻ 30 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ESOP, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. അപ്പൊ ഈ ഒരു ലെക്ചറിൽ നിങ്ങൾക്ക് ഇല്ലുസ്ട്രേഷൻ നമ്പർ 30 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? Care Limited granted options for 16,000 number of equity shares on 1st October 2017. Granted എന്ന് വെച്ചാൽ എന്താണ്? ഇഷ്യൂഡ്. അപ്പം നോർമലി ഇക്വിറ്റി എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമില് നമ്മൾ ഇഷ്യൂ ചെയ്തതിനെ പറയുന്ന ടേം ആണ് ഗ്രാൻഡഡ്. ഗ്രാൻഡ് ചെയ്തത് 16,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് ഓൺ 1st October 2017 അറ്റ് 80 rupees. 80 rupeesനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഗ്രാൻഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് എന്ത്? എക്സസൈസ് പ്രൈസ്. ഇതാണ് പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസ്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് വാസ് 170. മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? MP 170 rupees. ദ വെസ്റ്റിംഗ് പീരീഡ് ഈസ് 4.5 years. എന്താണ് വെസ്റ്റിംഗ് പീരീഡ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട, അത് ആ സാറ്റിസ്ഫാക്ഷൻ എടുക്കാൻ വേണ്ടി എടുക്കുന്ന പീരീഡ് ആണ് വെസ്റ്റിംഗ് പീരീഡ്. സോ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി 4.5 years ആണ് നമുക്കുള്ളത്. സോ വെസ്റ്റിംഗ് പീരീഡിലേക്കാണ് നമ്മൾ നോർമലി എന്ത് ചെയ്യുക? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷന്റെ എക്സ്പെൻസസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു വരാം. അപ്പൊ ഓക്കെ അല്ലെ? 4.5 years. 8,000 അൺവെസ്റ്റഡ് ഓപ്ഷൻസ് ലാപ്സ്ഡ് ഓൺ 1st December 2022. 4.5 years ആണ് നമുക്ക് വരുന്ന വെസ്റ്റിംഗ് പീരീഡ്. അതിൽ 1st December 2022 ആവുമ്പോഴേക്കും നമ്മൾ എന്ത് തീരുമാനിച്ചു, അല്ലെങ്കിൽ നമ്മൾ എന്ത് കിട്ടി? 8,000 അൺവെസ്റ്റഡ് ഓപ്ഷൻസ് ലാപ്സ് ആയിപ്പോയി 1st December 2022. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നെക്സ്റ്റ് 6,000 ഓപ്ഷൻസ് ആർ എക്സസൈസ്ഡ് ഓൺ 30th September 2022. 16,000 നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ ഫസ്റ്റ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി, ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് അങ്ങനെ പോയി 1st December 2022 ആകുമ്പോഴേക്കും 8,000 നമ്പർ ഓഫ് ഷെയർസ് അൺവെസ്റ്റഡ് ആയി ക്യാൻസൽ ആയി പോയി. ഇൻ ബിറ്റ്വീൻ ക്യാൻസൽ ആയി പോകുന്ന സമയത്ത് നമ്മൾ ഒരു ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യണം. എങ്ങനെ? എന്തിന് ബേസ് ചെയ്തിട്ട്? ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്. ഏത് ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്? എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഗ്രോസ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഒരു ജേർണൽ എൻട്രി വരും. ഇനി എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ഈസ് ലെസ് ദാൻ GV. അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രി വരില്ല. നോ ജേർണൽ എൻട്രി. ഇവിടെയോ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു P&L എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിങ് എൻട്രിക്ക് വരും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ അല്ലെ? അപ്പൊ അങ്ങനെ വരുമോ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ജേർണൽ എൻട്രീസ് എഴുതുന്ന സമയത്ത് നോക്കണം. ഓക്കെ, പിന്നെ എക്സസൈസ് ചെയ്യുന്ന എത്രയാണ്? 6,000 നമ്പർ ഓഫ് ഷെയർസ്. 16,000 നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടായിരുന്നു. 8,000 അൺവെസ്റ്റഡ് ആയി. ബാക്കി 8,000 നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം എക്സസൈസ് ചെയ്തിട്ടുള്ള 6,000. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് 2,000 എന്തായി പോയി? ആൻഡ് 2,000 വെസ്റ്റഡ് ഓപ്ഷൻസ് ആർ ലാപ്സ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി എക്സസൈസ് പീരീഡ്. അങ്ങനെയാണെങ്കിൽ 2,000 നമ്പർ ഓഫ് ഷെയർസ് എന്തായി പോയിട്ടുണ്ട്? വെസ്റ്റഡ് ആയതാണ്. കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ആണ്, പക്ഷെ ലാപ്സ് ആയിപ്പോയി. നമ്മുടെ എംപ്ലോയീസ് എക്സസൈസ് ചെയ്തിട്ടില്ല. അങ്ങനെ എക്സസൈസ് ചെയ്യാത്ത സമയത്ത് ഈ ഒരു ജേർണൽ എൻട്രി പോലെ തന്നെ വേറൊരു ജേർണൽ എൻട്രി വരും. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ റിസർവ് അക്കൗണ്ട്. അങ്ങനെ ഒരു അക്കൗണ്ടിന്റെ എൻട്രി ഇവിടെ എഴുതണമെന്ന് ഓർത്തിരിക്കുക. Past necessary journal entries to record the above transaction. Very simple and humble. 4.5 yearsലേക്കുള്ള എക്സ്പെൻസസ് റെക്കഗ്നൈസ് ചെയ്യുന്ന വർക്കിംഗ് നോട്ട് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ജേർണൽ എൻട്രീസ് ഇതാ. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? അതിനു മുന്നേ ചെറിയൊരു കാര്യം ഞാൻ വിട്ടുപോയി. ഇവിടെ 1st December 2022 എന്ന് പറയുന്ന ഇയറും എക്സസൈസ് ചെയ്തിട്ടുള്ള ഇയറും ആക്ച്വലി മാച്ച് ആവില്ല. കാരണം എക്സസൈസ് ചെയ്യുന്ന എപ്പോഴാണ്? 30th September 2022 അല്ലെ? ഇവിടെ വരുന്ന പീരീഡ് എത്രയാ? 1st December 2022. എക്സസൈസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ വെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കോ അൺവെസ്റ്റഡ് ഓപ്ഷൻസ് വരാം? അല്ല. അപ്പൊ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഈ ഒരു ക്വസ്റ്റനിൽ. ഈ 2022 എന്ന് പറയുന്നത് 2019 ആക്കുക. മക്കളെ, ഈ ഒരു എൻട്രി അല്ലെങ്കിൽ ഈ ഒരു കറക്റ്റ്നെസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻ്റയർ ആൻസേഴ്സ് തെറ്റിപ്പോകും. സോ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറക്ഷൻ ആണ് ഈ ഒരു കറക്ഷൻ ചെയ്യുക. 1st December 2019 ആക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് പോകാം. ഓക്കെ, സെറ്റ്. ബാ വർക്കിംഗ് നോട്ട് നമ്പർ 1. എന്തിനാണ് നമ്മൾ വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? എക്സ്പെൻസസ് എത്രയാണ് ഓരോ വർഷം റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എന്നുള്ള വർക്കിംഗ് നോട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ കാൽക്കുലേഷൻ ഓഫ്
expenses to be recognized. നോക്കാം, നമുക്ക് എത്ര വർഷം മൊത്തം ഉള്ളത്? 4.5 years. 4.5 years എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ 1st October 2017 ആണ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് ചെയ്യുന്നത്. സോ ഗ്രാൻഡ് ചെയ്ത് ആ ഒരു പീരീഡ് മുതൽ 4.5 വർഷത്തേക്കാണല്ലോ വെസ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. സോ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 6 മാസം. 6 മാസം എവിടത്തേക്ക് വന്നു? 31st March 2018 ആകുമ്പോഴേക്കും 6 മാസമായി, അതായത് 0.5 years ആയി. പിന്നെ സെക്കൻഡ് ഇയർ എപ്പോഴാണ്? 31st March 2019, പിന്നെ 31st March 2018. അങ്ങനെ പോയി 4.5 വർഷത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വെസ്റ്റിംഗ് ചെയ്യേണ്ടത്. ഓക്കെ, ഡൺ. സോ വെസ്റ്റിംഗ് ചെയ്യേണ്ട ഫസ്റ്റത്തെ ഇയർ എന്ന് പറയുന്നത് 2017-18. 4 വർഷം ഉണ്ടല്ലോ മൊത്തം, 4.5 വർഷം മൊത്തം. 1, 2, 3, 4, 4.5 വർഷം. ടു 2017-18 ഫസ്റ്റ് ഇയർ, ഐ മീൻ 0.5 years. 2018-19 1.5 വർഷമായി. 2019-20 2.5 വർഷമായി. 2020-21 3.5 വർഷമായി. 2021-22 4.5 വർഷം. ഇതാണ് നമുക്കുള്ള 4.5 വർഷത്തേക്ക് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ട കാൽക്കുലേഷൻ. 4 വർഷം, 4.5 വർഷം. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാൽക്കുലേഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ വർക്കിംഗ് നോട്ടിലും വരുന്ന സെയിം എൻട്രീസ് അല്ലെങ്കിൽ സെയിം ടോപ്പിക് തന്നെ അല്ലെങ്കിൽ സെയിം ടൈറ്റിൽ തന്നെ വരാം. ഗ്രോസ് വാല്യൂ ഓഫ് കോമ്പൻസേഷൻ എക്സ്പെൻസസ്. എക്സാമിനേഷൻ GB എന്നൊന്നും എഴുതണ്ടേ, സാറിന് എന്ത് വേണമെങ്കിലും എഴുതാം. വേറെ നിങ്ങൾ പഠിപ്പിക്കുന്നല്ലേ, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ, എനിക്ക് ഇവിടെ സ്ഥലം ഉണ്ടാവില്ല, അപ്പൊ കുറച്ച് വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സാമിനേഷന് GB എന്ന് എഴുതരുത്, ഗ്രോസ് വാല്യൂ ഓഫ് കോമ്പൻസേഷൻ എക്സ്പെൻസ് എന്ന് തന്നെ എഴുതണം കേട്ടോ. എത്രയാണ് ഗ്രോസ് വാല്യൂ ഓഫ് കോമ്പൻസേഷൻ എക്സ്പെൻസസ് ദീസ് ഇയേഴ്സ്? ഓരോ വർഷം നമ്മൾ കോമ്പൻസേഷൻ എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല ഉണ്ട്. എന്താ ഫോർമുല? നമ്പർ ഓഫ് ഷെയർസ്. നമുക്കിത് റെഡിലേക്ക് ഇറക്കാം. നമ്പർ ഓഫ് ഷെയർസ് expected to be vested, സ്ഥലമില്ലാണ്ടായിപ്പോയി, into number of shares expected to be vested multiplied by intrinsic value multiplied by expired period. എത്രയാണോ ഇതുവരെയുള്ള എക്സ്പയർഡ് ആയിട്ടുള്ള പീരീഡ്. എക്സ്പയർഡ് ആയിട്ടുള്ള പീരീഡ് എന്ന് പറഞ്ഞാൽ 2017-18 എക്സ്പയർഡ് പീരീഡ്, അത് 2018-19 അത് അങ്ങനെ എത്രയാണോ എക്സ്പയർഡ് ആയിട്ടുള്ള പീരീഡ് ഡിവൈഡഡ് ബൈ വെസ്റ്റിംഗ് പീരീഡ്. ഇതാണ് നമ്മുടെ ഫോർമുല. ആരും പറഞ്ഞിട്ടില്ലല്ലോ. നമ്പർ ഓഫ് ഷെയർസ് ടു ബി എക്സ്പെക്റ്റഡ് ടു ബി വെസ്റ്റഡ്, നമ്പർ ഓഫ് ഷെയർസ് എക്സ്പെക്റ്റഡ് ടു ബി വെസ്റ്റഡ് ഇൻറ്റു ഇൻട്രിൻസിക് വാല്യൂ ഇൻറ്റു എക്സ്പയർഡ് പീരീഡ് ഡിവൈഡഡ് ബൈ വെസ്റ്റിംഗ് പീരീഡ്. ഇതാണ് നമ്മുടെ ഫോർമുല. ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ വർഷം റെക്കഗ്നീഷൻ ചെയ്യുക. ഓക്കെ അല്ലേ? ഡൺ. ഇനി ഫസ്റ്റത്തെ ഇയറിൽ 2017-18 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെസ്റ്റിംഗ് ആവാൻ ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 16,000 നമ്പർ ഓഫ് ഷെയർസ് അല്ലേ? 16,000 നമ്പർ ഓഫ് ഷെയർസ് അല്ലേ നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? ഗ്രാൻഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഡൺ. മാത്രമല്ല ഈ അൺവെസ്റ്റഡ് ആവും എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഇയർ ഏതാണ്? 1st December 2019 ആണ്. 1st December 2019 വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? 100% 16,000 നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്യും? വെസ്റ്റ് ആവും എന്നാണ് വിചാരിക്കുന്നത്. സോ ഫസ്റ്റ് ഇയറിലുള്ള കാൽക്കുലേഷൻ എന്താ? 16,000 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഇൻട്രിൻസിക് വാല്യൂ. എന്താണ് ഇൻട്രിൻസിക് വാല്യൂ? Intrinsic value is equal to market price minus exercise price. ഇവിടെ മാർക്കറ്റ് പ്രൈസ് 170 ആണ്, എക്സസൈസ് പ്രൈസ് 80 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻട്രിൻസിക് വാല്യൂ 90 rupees പെർ ഷെയർ അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ അതന്നെല്ലാം കൊടുത്തേ. 170 rupees മാർക്കറ്റ് പ്രൈസ് ഉള്ളത്, 80 rupeesനാണ് എക്സസൈസ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. സോ 170 മൈനസ് 80 എത്ര രൂപ വരും? 90 rupees പെർ ഷെയർ. സോ 16,000 നമ്പർ ഓഫ് ഷെയർസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്.
90 rupees ആണ് നമ്മളെ എന്ത് ഇൻട്രിൻസിക് വാല്യൂ ഇൻറ്റു ഇതുവരെ എക്സ്പയർഡ് ആയിട്ടുള്ള പീരീഡ് 2017-18 വരെ നമുക്ക് എക്സ്പയർഡ് ആയിട്ടുള്ള പീരീഡ് എത്രയാ 1 year ആണോ? നോ. എത്രയാ? 0.5 years. കാരണം ഫസ്റ്റ് ഒക്ടോബർ 2017 സ്റ്റാർട്ട് ചെയ്തു. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസത്തേക്ക് 0.5 years ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ 0.5 years ഡിവൈഡ് ബൈ വെസ്റ്റിംഗ് പീരീഡ് എത്രയാ? 4.5 years. അപ്പൊ ഈ ഒരു എമൗണ്ട് ആയിരിക്കും ഗ്രോസ് വാല്യൂ ഫോർ ദ ഇയർ 2017-18. 16,000 into 90 into 0.5 divided by 4.5. 1,60,000 is the gross value for the year 2017-18. Okay, പോരാ, നമുക്കൊരു ബി ഉണ്ട്. എന്താ ബി? എക്സ്പെൻസ് ഓൾറെഡി recognized till the previous year. പ്രീവിയസ് ഇയർ വരെ എത്രയാണോ നിലവിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് എന്നുള്ള എമൗണ്ട് നമ്മളിവിടെ കാണിക്കണം. ബി 2017-18 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, എമൗണ്ട് ഒന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? 0 ആണ്. ഇനി സി ഉണ്ട്. ഈ സി ആണ് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകുന്ന എമൗണ്ട്. എക്സ്പെൻസ് ടു ബി റെക്കഗ്നൈസ്ഡ് എത്രയാ? 1,60,000. എങ്ങനെ 1,60,000 കിട്ടിയ? എ മൈനസ് ബി ആണ് സി. എക്സ്പെൻസ് ടു ബി റെക്കഗ്നൈസ് അത് 1,60,000 ആണ്. ഓക്കെ അല്ലേ? സെറ്റ്. ഫസ്റ്റ് ഇയറിലുള്ള റെക്കഗ്നീഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇയറിലുള്ള റെക്കഗ്നീഷൻ നോക്കാം. സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ 2018-19 ഇയർ. 2018-19 വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർസ് എത്ര തന്നെയാണ്? 16,000 നമ്പർ ഓഫ് ഷെയർസ് തന്നെയാണ്. കാരണം ഫസ്റ്റ് ഡിസംബർ 2019 എന്ത് ചെയ്യുന്നത്? 8,000 നമ്പർ ഓഫ് ഷെയർസ് ലാപ്സ് ആവുന്നത് പറഞ്ഞു. അപ്പോൾ 2018-19 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സെയിം തന്നെയാണ്. സോ 16,000 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 90 rupees ആണ് ഇൻട്രിൻസിക് വാല്യൂ ഇൻറ്റു എത്രയാണ് നമ്മുടെ നിലവിലുള്ള എക്സ്പയർഡ് പീരീഡ് സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും? 2 ആണോ? നോ. പിന്നെ 0.5 ഓൾറെഡി കഴിഞ്ഞ വർഷം, ഇപ്പം 1 year എക്സ്ട്രാ. അപ്പോൾ 1.5 years ആണ് കംപ്ലീറ്റ് ആയത്. സോ 1.5 ആണ് എക്സ്പയർഡ് പീരീഡ് ഡിവൈഡഡ് ബൈ 4.5. എത്ര എമൗണ്ട് വരും? 1,60,000 ഇൻറ്റു 90 ഇൻറ്റു 1.5 years കംപ്ലീറ്റ് ചെയ്തു ഡിവൈഡ് ബൈ 4.5. 60,000 ഇൻറ്റു 90 ഇൻറ്റു 16,000 into 90 into 1.5 years divided by 4.5, 4,80,000 rupees. സെക്കൻഡ് ഇയറിൽ, അതായത് 1.5 years കംപ്ലീറ്റ് ആകുമ്പോഴേക്കും 2018-19 നമ്മൾ ഗ്രോസ് വാല്യൂ കോമ്പൻസേഷൻ എക്സ്പെൻസസ് 4,80,000 ആയിരിക്കണം. പക്ഷേ സെക്കൻഡ് ഇയറിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാ? എക്സ്പെൻസസ് റെക്കഗ്നൈസ്ഡ് ടിൽ ദ പ്രീവിയസ് ഇയർ എത്രയാ? 1,60,000. 1,60,000 rupees കഴിഞ്ഞ വർഷം വരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എ മൈനസ് ബി 4,80,000 rupees നിന്നും 1,60,000 rupees മൈനസ് ചെയ്താൽ എത്ര എമൗണ്ട് കിട്ടുക? 3,20,000. ഈ 3,20,000 rupees ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് സെക്കൻഡ് ഇയറിൽ, അതായത് 2018-19 1.5 years കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ട എമൗണ്ട്. ഓക്കെ, ഡൺ. ഇനി തേർഡ് ഇയറിലാണ് കുറച്ച് ഡിഫറൻസസ് വരുന്നത്. തേർഡ് ഇയറിലുള്ള ഡിഫറൻസ് എന്താ? തേർഡ് ഇയറിൽ 16,000 നമ്പർ ഓഫ് ഷെയർസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? നോ. എത്ര ഓഫ് നമ്പർ ഓഫ് ഷെയർസ് മാത്രമേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ 2019-20 ഇയറിൽ? 8,000 മാത്രം. കാരണം എന്താ? 16,000 ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ ഫസ്റ്റ് ഡിസംബർ 2019 8,000 നമ്പർ ഓഫ് ഷെയർസ് അൺവെസ്റ്റഡ് ആവുന്നുണ്ട്. സോ നമ്മൾ 31st March 2020 നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 16,000 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വെറും 8,000 നമ്പർ ഓഫ് ഷെയർസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നിലവിൽ വെസ്റ്റഡ് ആവാൻ ചാൻസ് ഉള്ളൂ. ഇൻറ്റു 90 rupees തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. 90 rupees തന്നെയാണ് ഇൻട്രിൻസിക് വാല്യൂ. ഇനി തേർഡ് ആകുമ്പോഴേക്കും 2019-20 ആകുമ്പോഴേക്കും എത്ര വർഷം കംപ്ലീറ്റ് ആയി? 2.5 years കംപ്ലീറ്റ് ആയി ഡിവൈഡ് ബൈ 4.5 years. ഓക്കെ അല്ലേ? എക്സ്പയർഡ് പീരീഡ് ഫസ്റ്റ് ഇയറിൽ വന്നിട്ടുണ്ടായിരുന്നു 0.5 ആണ്, സെക്കൻഡ് ഇയറിൽ 1.5 years ആയി, തേർഡ് ഇയർ ആകുമ്പോഴേക്കും അതായത് 2019-20 ആകുമ്പോഴേക്കും 2.5 years എക്സ്പയർഡ് പീരീഡ് ആയി. So 8,000 number of shares into 90 into 2.5 divided by 4.5, 4 lakh rupees. Oh my God.
ഈ ഒരു കാൽക്കുലേഷൻ പ്രകാരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 8,000 നമ്പർ ഓഫ് ഷെയർസ് വെസ്റ്റ് ആവുമെന്നുള്ള എക്സ്പെക്ടേഷനിൽ 2019-20 നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ട മൊത്തം ഗ്രോസ് വാല്യൂ ഓഫ് കോമ്പൻസേഷൻ എക്സ്പെൻസ് 4 lakh rupees ആണ്. പക്ഷേ ഇതുവരെ നമ്മൾ എത്ര എമൗണ്ട് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു? 4,80,000. ഹിയർ കംസ് ദ ജേർണൽ എൻട്രീസ് റിലേറ്റഡ് ടു അൺവെസ്റ്റഡ് ഷെയർസ്. എന്താണ് നമ്മൾ കണ്ടീഷൻസ്? ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട്, എംപ്ലോയി സ്റ്റോക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ gross value of compensation expenses, then the journal entry will be in employee stock option outstanding account debited to profit and loss account. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇതുവരെ നമ്മൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ടിൽ 4,80,000 റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം എത്രയുള്ള 4 lakh rupees മാത്രമേ നമുക്ക് 2019-20 ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ till expenses recognized till previous year എത്രയാണ്? 4,80,000. അങ്ങനെയാണെങ്കിൽ നമ്മളെ ജേർണൽ എൻട്രി വിൽ ബി 4 lakh A minus B. 80,000 rupees has to be revised. This amount has to be transferred to profit and loss account and the journal entry will be employee stock option outstanding account debited to profit and loss account. സിമ്പിൾ. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ ബാലൻസ് ഈസ് ഗ്രേറ്റർ ദാൻ GB ഓഫ് കോമ്പൻസേഷൻ എക്സ്പെൻസസ്, ദെൻ ദിസ് എൻട്രി വിൽ ബി അപ്ലിക്കബിൾ. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഗ്രോസ് വാല്യൂ ആണ് കൂടുതലെങ്കിലോ കുഴപ്പമൊന്നുമില്ല, ജേർണൽ എൻട്രീസ് ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ നമ്മളൊരു ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ ഒരു ജേർണൽ എൻട്രി നമുക്ക് എഴുതുന്ന സമയത്ത് നോട്ട് ചെയ്യാം. ഇനി നമ്മൾ 4th ഇയറിൽ 2020-21 ഇയറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെസ്റ്റിംഗ് ചെയ്യാൻ ചാൻസസ് ഉള്ള നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 8,000 നമ്പർ ഓഫ് ഷെയർസ്. കാരണം 8,000 നമ്പർ ഓഫ് ഷെയർസ് അൺവെസ്റ്റഡ് ആയി പോയി. എത്രയാണ് ഇൻട്രിൻസിക് വാല്യൂ? 9 rupees. ഇൻറ്റു 4th ഇയർ ആണെങ്കിലും ശരിക്കും നമ്മൾ എക്സ്പയർഡ് ആകുന്ന പീരീഡ് എത്രയാണ്? ഇവിടെ 0.5, ഇവിടെ 1.5, ഇവിടെ 2.5, ഇവിടെ 3.5 ഡിവൈഡ് ബൈ 4.5. ഇതാണ് നമ്മൾ എക്സ്പയർഡ് ആവുന്ന പീരീഡിലുള്ള ഗ്രോസ് വാല്യൂ ഓഫ് കോമ്പൻസേഷൻ. 8,000 ഇൻറ്റു 90 ഇൻറ്റു 3.5 ഡിവൈഡ് ബൈ 4.5 മൊത്തം 5,60,000 rupees നമ്മൾ 4th ഇയർ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 3.5 years കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസ് വാല്യൂ ഓഫ് കോമ്പൻസേഷൻ എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. പക്ഷേ ഇതുവരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 4 lakh. ഈ 4 lakh എങ്ങനെ കിട്ടിയത്? നമ്മൾ ഫസ്റ്റ് ഇയറിൽ 0.5 years കംപ്ലീറ്റ് ആയപ്പോൾ 1,60,000 ട്രാൻസ്ഫർ ചെയ്തു, പിന്നെ 3,20,000 ട്രാൻസ്ഫർ ചെയ്തു, പിന്നെ 80,000 നമ്മൾ മൈനസ് ചെയ്തു. അപ്പം അപ് ടു 3 year അല്ലെങ്കിൽ 2.5 years വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 4 lakh വരെയാണ്. സോ 4 lakh മൈനസ് ചെയ്താൽ 5,60,000 A മൈനസ് B മൈനസ് 4 lakh rupees എത്ര എമൗണ്ട് വരും? 1,60,000. അപ്പോൾ 3.5 years കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന റെക്കഗ്നൈസ് ചെയ്യേണ്ട എക്സ്പെൻസ് 1,60,000 ആണ്. ഓക്കെ. ഇനി ലാസ്റ്റ് ഇയറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന റെക്കഗ്നൈസ് ചെയ്യേണ്ട എമൗണ്ട് 8,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ എക്സ്പെക്ടഡ് ടു ബി വെസ്റ്റഡ്. ഇൻറ്റു 90 rupees ആണ് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ ഇൻറ്റു നമ്മൾ കംപ്ലീറ്റഡ് ആവുന്ന എക്സ്പയർഡ് പീരീഡ് എത്രയാണ്? 4.5 years ആയി മക്കളെ. സോ ഡിവൈഡ് ബൈ 4.5 years. സോ 8,000 ഇൻറ്റു 90 മൊത്തം 7,20,000 rupees ആണ് നമ്മൾ ഗ്രോസ് വാല്യൂ ഓഫ് കോമ്പൻസേഷൻ എക്സ്പെൻസ് ആയിട്ട് 2021-22 ഇയേഴ്സിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ട വാല്യൂ മൊത്തം. അതിൽ നിലവിൽ ഇതുവരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 5,60,000 rupees നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി എമൗണ്ട് A മൈനസ് B 7,20,000 മൈനസ് 5,60,000 ബാക്കി 1,06,000 rupees. 1,60,000 rupees ആണ് നമ്മൾ 4th ഇയർ അതായത് 4.5 years ആവുമ്പോഴേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യേണ്ട എമൗണ്ട് 1,60,000. ഇതാണ് നമ്മൾ വർക്കിംഗ് നോട്ട്. ഈ വർക്കിംഗ് നോട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാനുള്ളത്. ഇപ്പൊ എല്ലാവരും റെഡി അല്ലേ? വർക്കിംഗ് നോട്ട് ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലേക്ക് അല്ലെങ്കിൽ ജേർണൽ എൻട്രീസിലേക്ക് പോവാം. ജേർണൽ എൻട്രീസ്. ഒന്നാമത്തെ ജേർണൽ എൻട്രി എന്താ മക്കളെ? ജേർണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ആരുടെ ബുക്സ് ആണിത്? K Limited. ജേർണൽ എൻട്രി 31st. എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? 31st March 2000
31st March 2018 ആണ് 0.5 years കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ ഒരു പീരീഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. എത്ര എമൗണ്ട് ഫസ്റ്റ് ഇയറിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നേ? നമ്മളെ വർക്കിംഗ് നോട്ട് പ്രകാരം എത്രയായിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് ഇയറിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു 1,60,000 ആണ്. സെക്കൻഡ് ഇയറിൽ 3,20,000. തേർഡ് ഇയറിൽ അതായത് 2.5 years കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമ്മൾ 80,000 നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർത്ത് ഇയറിൽ 1,60,000, പിന്നെ 4.5 yearsൽ 1,60,000. ഇതാണ് നമ്മൾ എമൗണ്ട്. സോ ഫസ്റ്റ് ഇയറിൽ 1,60,000. ഓക്കെ, 31st March 2018 നരേഷൻ എഴുതാൻ മറക്കല്ലേ. ബീങ് 16,000 number of shares expenses has been recorded. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു എക്സ്പെൻസ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എക്സ്പെൻസ് അക്കൗണ്ട്. എത്ര എമൗണ്ട്? 1,60,000. ഇനി സെക്കൻഡ് ഇയർ 31st March 2019. 31st March 2019 സെക്കൻഡ് ഇയറിൽ നമുക്ക് പ്രത്യേകിച്ച് ഡിഫറൻസസ് ഒന്നും വരുന്നില്ല. സെയിം എമൗണ്ട് തന്നെ. എത്രയാ? വർക്കിംഗ് നോട്ടിൽ തെറ്റിച്ചോ? സെക്കൻഡ് ഇയറിൽ 4,80,000 ആണ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. മൈനസ് 1,60,000. ഇല്ല, 3,20,000 തന്നെ. കറക്റ്റ് ആണ്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് 3,20,000 ആണ്. സെക്കൻഡ് ഇയറിൽ അല്ലെങ്കിൽ 1.5 years കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ട എമൗണ്ട്. ഇതേ സെയിം ജേണൽ എൻട്രി. ഏത് എമൗണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എക്സ്പെൻസസ്. ഡെബിറ്റഡ്. നമ്മൾ ഈ എക്സ്പെൻസ് അക്കൗണ്ട് എന്താണ്? ട്രാൻസ്ഫർ ചെയ്യാണ്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എക്സ്പെൻസ് അക്കൗണ്ട് 3,20,000. നെക്സ്റ്റ് 31st March 2020 നമുക്കൊരു ടിസ്റ്റ് ഉണ്ടായി. എന്താ? 2019 1st December 2019 8,000 നമ്പർ ഓഫ് ഷെയർസ് അൺവെസ്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ വർക്കിംഗ് നോട്ട് പ്രകാരം 31st March 2020 നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? എക്സ്ട്രാ എമൗണ്ട് 31st March 2020 80,000 rupees നമുക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്നു. ആ ഒരു എമൗണ്ട് നമ്മൾ റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യുന്ന ചാനൽ എന്താണ്? എംപ്ലോയി സ്റ്റോക്ക് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ടിലല്ല ബാലൻസ് ഉണ്ടാവുക. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് ഡെബിറ്റഡ്. ഈ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എത്ര എമൗണ്ടാ? 80,000 നമ്മൾ റിവേഴ്സ് ചെയ്യണം നിലവിലുള്ള നമ്മളെ വർക്കിംഗ് നോട്ട് പ്രകാരം. ഇനി ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റിവേഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ജേണൽ എൻട്രിയുടെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ വർഷം എക്സ്പെൻസസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എക്സ്പെൻസ് അക്കൗണ്ട് ടു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് കാണിച്ചു. പിന്നെ പി ആൻഡ് അക്കൗണ്ട് ടു എക്സ്പെൻസസ് അക്കൗണ്ട് അല്ല നമ്മൾ കാണിക്കുന്നത്. ഓരോ വർഷം നമ്മൾ പി ആൻഡ് എമൗണ്ടിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ എക്സ്പെൻസസ് ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള ബാലൻസ് കുറവായിരിക്കും. സോ ഇങ്ങനെ ഒരു റെക്കഗ്നിഷൻ മുമ്പ് ചെയ്തത് റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആ റിവിഷൻ എവിടെ തന്നെയാണ് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. അതുകൊണ്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ടിൽ നിന്ന് റിവേഴ്സ് അക്കൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റീസൺ. ഓക്കെ അല്ലേ? ഡൺ. ഇനി 31st March 2021 ഈ ഒരു വർഷം എംപ്ലോയി അഗൈൻ സ്റ്റോക്ക് ഓപ്ഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്
അക്കൗണ്ട് എത്ര എമൗണ്ടാ? 2021 1,60,000, അതുപോലെ നെക്സ്റ്റ് ഇയറിലും 1,60,000 തന്നെ. 1,60,000. ഇനി പ്രോഫിറ്റ് ആണോ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 31st March 2021 P&L അക്കൗണ്ട് അറ്റർ, പ്രോഫിറ്റ് ആണോ അക്കൗണ്ട് അറ്റർ. എക്സാമിനേഷൻ ഒരിക്കലും ഷോർട്ട് എഴുതരുത്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എക്സ്പെൻസ് അക്കൗണ്ട് 1,60,000. മക്കളെ ഓക്കെ അല്ലേ? ഓക്കെ, ഡൺ. ഇനി നെക്സ്റ്റ് 31st March 2022 ഇവിടെ നമുക്ക് എന്ത് വരും? സെയിം എൻട്രി തന്നെ. ഓക്കെ, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എക്സ്പെൻസ് അക്കൗണ്ട് അറ്റർ ടു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്. ഇവിടെ എത്ര എമൗണ്ട് തന്നെയാണ് വരുന്നത്? 1,60,000. ഇനി 31st March 2022 നമുക്ക് വരുന്ന ഏത് എമൗണ്ടാ? റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് എക്സ്പെൻസ് എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ P&L അക്കൗണ്ട് അറ്റർ ടു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എക്സ്പെൻസ് അക്കൗണ്ട് 1,60,000. ഓക്കെ, ഡൺ. ഇത്രയും ജേർണൽ എൻട്രീസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ എന്ത് ചെയ്യാണ്? റെക്കഗ്നൈസ് ചെയ്യാണ്. എന്ത് റെക്കഗ്നൈസ് ചെയ്യുന്നത്? നമ്മുടെ എംപ്ലോയീസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ എംപ്ലോയീസ് എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന ജേർണൽ എൻട്രീസും അതുപോലെ തന്നെ അറ്റ് എൻഡിൽ നമുക്ക് അൺവെസ്റ്റഡ് ആയിട്ട് വരുന്ന നമ്പർ ഓഫ് ഷെയർസ് ക്യാൻസൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന 2 ജേർണൽ എൻട്രീസ് ആണ് പെൻഡിങ് ഉള്ളത്. നമ്മൾ റെക്കഗ്നൈസ് ഓപ്ഷൻസ് എക്സസൈസ് ചെയ്യുന്ന പീരീഡ് 30th September 2022 ആണ്. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ്. എത്ര എമൗണ്ട് ആണ് നമ്മൾ എക്സസൈസ് പ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്? 80 rupees അല്ലേ? എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് എക്സസൈസ് ചെയ്യുന്നത്? 6,000 നമ്പർ ഓഫ് ഷെയർസ്. 8,000 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എങ്കിലും 6,000 മാത്രമേ നമുക്ക് എമൗണ്ട് പേയ്മെന്റ് ആയിട്ട് കിട്ടുന്നുള്ളൂ. 6,000 into 80 4,80,000 ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് 4,80,000. ഇനി നമ്മളെ എംപ്ലോയി സ്റ്റോക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് മൊത്തം ടോട്ടൽ ചെയ്താൽ എന്തുണ്ടാവും? 6,000 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 170 ആ ഒരു വാല്യൂ ആയിരിക്കും അവിടെ ഉണ്ടാവുക. കാരണം എന്താ? മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ടിൽ നിന്നും എക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്ന ജേർണൽ എൻട്രി. ഇനി നമ്മൾ നെക്സ്റ്റ് ജേർണൽ എൻട്രി എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. എത്ര എമൗണ്ടാ? ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6,000 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 170 rupees ആണ് ഇവിടെ വരാം. 10,20,000 rupees. ₹10,20,000 ആണ് ഇവിടെ വരുന്ന എമൗണ്ട്. പിന്നെ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് ഫേസ് വാല്യൂ എത്ര രൂപയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 100 ആണോ അതോ 10 rupees ആണോ ഫേസ് വാല്യൂ? ഫേസ് വാല്യൂ എന്നോട് മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം? 10 rupees ആണ് ഫേസ് വാല്യൂ എന്നുള്ള അസംഷനിലേക്ക് പോകാം. ഇത് 10 rupees കണക്കായിട്ടുള്ള കറസ്പോണ്ടിങ് എമൗണ്ട് നമുക്ക് ഫേസ് വാല്യൂ കാണിക്കാം. ഇനി ഫേസ് വാല്യൂ 10 rupees അല്ല 100 rupees ആണ് എടുക്കുന്നുണ്ടെങ്കിൽ 100 rupees എമൗണ്ട് വാട്ട് എവർ നമുക്ക് എന്ത് ചെയ്യാം? അത് അസംഷൻ ആയിട്ട് ഇവിടെ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറെ ആൾക്ക് ഡൗട്ട് ഉണ്ടാവും, 10 rupees വാല്യൂ ഉള്ളത് 170 rupees അല്ല മാർക്കറ്റ് വാല്യൂ ആവും. അങ്ങനെ ചിന്തിച്ച് തലമുണ്ടാക്കേണ്ട, നമുക്ക് അസംഷൻ എടുക്കാം ഫേസ് വാല്യൂ 100 അല്ലെങ്കിൽ 10. കാരണം ടെക്സ്റ്റ് ബുക്കിൽ സ്പെസിഫിക്കലി ഒന്നും പറയുന്നില്ല. 10 rupees ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഒക്കെ ഷെയർസിന്റെ വാല്യൂ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1,200 അങ്ങനെയൊക്കെ ഉണ്ടാവും. 100 rupees ഫേസ് വാല്യൂ ഉള്ള ഷെയർസ് ആയിരിക്കും മാർക്കറ്റ് വാല്യൂ 1,200 ഒക്കെ ഉണ്ടാവുക.
സോ അങ്ങനെ ഉണ്ടാവും, പ്രാക്ടിക്കലി അങ്ങനെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇവിടെ 10 rupees ആണ് എന്നുള്ള അസംഷൻ എടുക്കാം. സോ 10 rupees ഇൻറ്റു 6000 നമ്പർ ഓഫ് ഷെയർസ് അല്ലേ, ഇൻറ്റു 10 rupees, അതാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് പോകുന്ന എമൗണ്ട് 60,000. അങ്ങനെയാണെങ്കിൽ ബാക്കി റിമൈനിങ് എൻ്റയർ എമൗണ്ട് എത്രയാ? 6,000 അല്ലേ. 6,000 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 170 ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 170 മൈനസ് 10, ഫേസ് വാല്യൂ മൈനസ് ചെയ്ത 160. അത്രയും എമൗണ്ട് നമ്മൾ എടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക്. 9,60,000 rupees. 9,60,000 rupees പ്ലസ് 60,000 മൊത്തം 10,20,000. ഇതാണ് നമ്മൾ മൊത്തം ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എമൗണ്ട്. ഇനി അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ എന്ത് ചെയ്യണം? അൺവെസ്റ്റഡ് ആയി പോയിട്ടുണ്ടായിരുന്ന അൺഎക്സസൈസ്ഡ് ആയിട്ടുള്ള എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഷെയർസിന്റെ വാല്യൂ ഓൾറെഡി എവിടെ കിടക്കുന്നുണ്ട്? ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ടിലേക്ക് നമ്മൾ എക്സ്പെൻസസ് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യണം. സോ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ജനറൽ റിസർവ്. റിസർവ് അക്കൗണ്ട് എത്ര എമൗണ്ട് ആയിരിക്കും? നമ്മൾ ഇതുവരെ റെക്കഗ്നൈസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് 8,000 നമ്പർ ഓഫ് ഷെയർസ് ആണ്. 16,000 അല്ലേ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അല്ല, നമ്മൾ പിന്നീട് അതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 8,000 എക്സ്പെക്ടഡ് എന്ന് പറഞ്ഞിട്ട് 8,000 നമ്പർ ഓഫ് ഷെയർസിന് റിലേറ്റഡ് ആയിട്ടില്ലെങ്കിൽ 8,000 നമ്പർ ഓഫ് ഷെയർസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെൻസിനായിരുന്നു നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് വന്നേ, അങ്ങനെയല്ലേ? അതെ. അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ എക്സസൈസ് പീരീഡ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന എമൗണ്ട് എത്രയാ? 2,000 നമ്പർ ഓഫ് ഷെയർസ്. 2,000 നമ്പർ ഓഫ് ഷെയർസിന്റെ ഇൻറ്റു ₹90 വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക? എംപ്ലോയി സ്റ്റോക്ക് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ടിൽ ഇതുവരെ എമൗണ്ട് കാണിച്ചിട്ടുണ്ടാവുക. സോ 2,000 ഇൻറ്റു 90, 1,80,000 rupees. ടു ജനറൽ റിസർവ് 1,80,000 rupees. ഇനി അഥവാ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ക്രോസ് വെരിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മളെ ജേണൽ എൻട്രീസിലേക്ക് പോവാം. ജേണൽ എൻട്രീസിലേക്ക് പോയിട്ട് ഓരോ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്ന എംപ്ലോയീസ് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള 1,60,000. രണ്ടാമത്തെ വർഷം നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 3,20,000. പിന്നെ മൂന്നാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്തു? 80,000 rupees ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1,60,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. പിന്നെ അഗെയിൻ 1,60,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഈ ഒരു എമൗണ്ട് നിങ്ങൾ ടോട്ടൽ ചെയ്താലും നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇവിടെ അഗെയിൻ 1,60,000. ഇത്രയും എമൗണ്ട് നിങ്ങൾ ടോട്ടൽ ചെയ്താൽ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ടോട്ടൽ ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? 1,80,000 rupees ആണ് ഡിഫറൻസ് എന്ന് കിട്ടും. ഈ ഒരു എമൗണ്ട് ആണ് നമ്മൾ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ഒരു ജേണൽ എൻട്രിയുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി എംപ്ലോയീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ലാബിലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് പ്രോഫിറ്റിൽ നിന്നും മാറ്റി വെച്ച എമൗണ്ട് ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി പീരീഡ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന എമൗണ്ട്. ഈ ഒരു എമൗണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. 1,80,000. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കമ്പയർ ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഈ എൻട്രി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്നു. ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഓക്കെ കറക്റ്റ് തന്നെയാണ്. 30th March 2018 1,60,000 വന്നു. പിന്നെ അത് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി. പിന്നെ സെക്കൻഡ് ഇയറിൽ 3 lakh, സെക്കൻഡ് ഇയറിൽ 1.5 years കംപ്ലീറ്റ് ആകുമ്പോൾ 3,20,000 റെക്കഗ്നൈസ് ചെയ്തു. അത് PNലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ നമ്മൾ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്ന 80,000 rupees നമ്മൾ റിവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. റിവേഴ്സ് ചെയ്യുന്നതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ജേണൽ എൻട്രീസ് റെക്കോർഡഡ് ഇൻ ടെക്സ്റ്റ് ബുക്ക്. എന്താ? നമ്മൾ വേറൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡിലായിരുന്നു നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുള്ളത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്തു. അതിനുശേഷം എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു രണ്ട് എൻട്രീസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു റിവൈസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, രണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ രണ്ട് എൻട്രീസ് പ്രിപ്പയർ ചെയ്യണമെന്നില്ല. ഡയറക്റ്റ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള ഒരു എൻട്രി എഴുതിയാൽ മതി, നമ്മൾ എഴുതിയതുപോലെ. ഓക്കെ അല്ലേ? പിന്നെ നെക്സ്റ്റ് 3.5 years ആകുമ്പോഴേക്കുള്ള 1,60,000 പിന്നെ റെക്കഗ്നൈസ് ചെയ്തു. അത് PNലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ 4.5 years ആകുമ്പോൾ പിന്നെ 1,60,000 നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ അതും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് 6,000 നമ്പർ ഓഫ് ഷെയർസിന്റെ 80 rupees ആണ് നമുക്ക് 30th September വന്നിട്ടുള്ള എമൗണ്ട്. അത് 4,80,000 rupees. ഇവിടെയും 4,80,000 rupees. ഓക്കെ, അലൈൻമെന്റ് തെറ്റിയതാണ്. നെക്സ്റ്റ് നമ്മൾ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ടിൽ നിന്നും
ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് 60,000 ഇൻറ്റു മാർക്കറ്റ് വാല്യൂ എത്രയാണ് 10,20,000. അത് നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് 10 rupees ബാക്കി എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗിൽ ബാലൻസ് ഉള്ള എമൗണ്ട് ജനറൽ റിസർവ് അക്കൗണ്ടിലേക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. 2,200 അല്ല 2,000 ഓപ്ഷൻസ് ആട്ടോ. ഇതൊന്ന് എഡിറ്റ് ചെയ്യണേ. 2,000 നമ്പർ ഓഫ് ഷെയർസ് ലാപ്സ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ 1,80,000 rupees ട്രാൻസ്ഫർ ചെയ്തു. നമ്മൾ വർക്കിംഗ് നോട്ട് നോക്കുകയാണെങ്കിലും സെയിം വർക്കിംഗ് നോട്ട് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഇത് എ, ഇത് ബി, ഇത് സി. നമ്മൾ ഇവിടെ കാണിക്കുമ്പോൾ എ മൈനസ് ബി വെച്ചിട്ടായിരുന്നു നമ്മൾ കാൽക്കുലേഷൻ ചെയ്തത്. ഫസ്റ്റ് ഇയറിൽ 1,60,000, പിന്നെ 3,20,000, 80,000 നമ്മൾ റിവേഴ്സ് ചെയ്തു. 1,60,000, 1,60,000. ഓക്കെ അല്ലേ? ഇവിടെ 1,16,000 മൈനസ് 8,000 എന്ന് കാണിച്ചു. നമ്മൾ ഡയറക്റ്റ് 8,000 ഇൻറ്റു 90 എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ലെക്ചർ. ആൻഡ് ഈ ഒരു ക്വസ്റ്റൻ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നോട്ട് ചെയ്യുക. ഇതേപോലത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ നമുക്ക് എക്സാമിനേഷൻ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണമെന്നൊന്നല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ സോപ്പിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റനേ വരുള്ളൂ. ഇതിലും കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നും വരില്ല. വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോക്കിയിട്ട് ക്വസ്റ്റൻസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ലെക്ചർ ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കണക്ഷനിൽ ഈ ഒരു കാര്യം എത്തിച്ചെടുക്കുക. കാരണം കുറേ കുട്ടികൾക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ് വേണം, പക്ഷെ അറിയത്തില്ല ഇങ്ങനെ ഒരു ക്ലാസ് അവൈലബിൾ ആണെന്നുള്ളത്. അതുകൊണ്ടാണ്. സോ നിങ്ങൾ പ്രൈം ബാച്ചിലേക്ക് എന്ത് ചെയ്യുക, എല്ലാവരും റെഫർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.